ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഗൗരി ശങ്കരത്തിന്റെ വിശേഷം എത്തിയിട്ടില്ല. എത്തിയാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ ബഫൂൺ ബഫൂൺ എന്നൊക്കെ പറഞ്ഞ് ആകെ സ്വന്തം ഭാര്യയെ നോക്കാൻ അതും എനിക്കറിയില്ല, അത് പറയാ ശരി തല്ലാൻ പോലും അറിയില്ല. ഐ ആം നോട്ട് എ മാൻ, ഐ ആം നോട്ട് എ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് നിന്നുകൊണ്ട്. അപ്പൊ തല്ലും കിട്ടിയ ആവശ്യത്തിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ അമ്മേ, എനിക്കില്ലാത്ത എന്ത് ഗുണമേ സേതുവിനുള്ളത്? അയ്യോ ഇല്ല മോനെ എന്ന് പറഞ്ഞു. യെസ്, എനിക്ക് മനസ്സിലായി താടി താടി അതല്ലേ അവന് നല്ല താടിയുണ്ട്. അതൊന്നും അല്ല, വേറെ എന്തോ ഉണ്ടമ്മേ, അത് ഉറപ്പാ. എനിക്കില്ലാത്ത എന്താ അമ്മേ അവനുള്ളത്? പല്ലവി എന്തിനായിരിക്കും സേതുവിനോട് ഇഷ്ടപ്പെടുന്നത്? എന്തായിരിക്കും അമ്മേ അതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. ഒന്നുമില്ലടാ, അതിനൊന്നുമില്ല എന്റെ മോനെ, നീ ഇങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അമ്മേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇല്ലാതാവണോ? എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതാണ്. എന്നെ കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തുക ഓരോന്നോരോന്ന്. ഇപ്പോഴും അവൾ മാത്രം ജയിക്കുന്നു, ആ സേതു ജയിക്കുന്നു, ഞാൻ തോറ്റു പോവാ. തോക്കാൻ മാത്രമായിട്ട് എന്തിനാമ ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ശരിക്കും ഞാൻ വിധി എന്ന് പറഞ്ഞാൽ മതി. വിധിയാണോ? ഒരിക്കലും അല്ല, വിധിയൊന്നും അല്ല. അത് ശരിക്കും ഗതികേട് എന്ന് പറഞ്ഞാ മതി. അതല്ല എന്റെ ഗതികേട്. അല്ലട മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അപ്പോഴാണ് അതേണ്ട നമ്മുടെ വിശ്വം വരുന്നത്. അത് സ്വയം വരുത്തി വെച്ചതല്ലേ. അത് അമ്മ കൂട്ടു നിന്നു. അത് തിരുത്താമായിരുന്നു, പക്ഷെ അമ്മ തിരുത്തിയില്ല എന്ന് പറഞ്ഞു. മോനെ നീ എന്തീ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇന്ദ്രിയത്ത് അങ്ങോട്ട് വന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? തെറ്റ് കണ്ടാൽ ഞാൻ പറയും. ഇപ്പൊ ഏട്ടന് ആവശ്യം നല്ലൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞു വിശ്വം. അപ്പൊ വിശ്വത്തിന്റെ പാർച്ച കേട്ടപ്പ എന്താണ് അതിനർത്ഥം? നീ പറഞ്ഞ മാനസിക രോഗിയാണെന്നല്ലേ? അമ്മേ ഇവനെ സൂക്ഷിക്കണം കേട്ടോ. ദേ ഇവൻ ഇങ്ങനെ ചെന്ന് കോടതി പറഞ്ഞാലേ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. ഇല്ലെന്നേ, അവൻ പറയൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞു നമ്മുടെ രാജലക്ഷ്മി. എന്നിട്ട് നേരെ വിശ്വത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി നീ ഇങ്ങനത്തെ വാക്കങ്ങാണ് ഉച്ചരിച്ചാലുണ്ടല്ലോ, ഞാനേ അനിയനാണെന്നുള്ള സെന്റിമെന്റ്സ് അത് ഞാനങ്ങ് മറന്നു കളയും കേട്ടോടാ ബ്രദറെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ദ്രജിത്ത് ഒരുമാതിരി ഭ്രാന്തന്മാരെ കാണിക്കുന്നത് പോലത്തെ കണിയിലാണ് കാണിക്കുന്നത്. അമ്മേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടോ. ശരിക്കും ശരീരം മുഴുവൻ ചതഞ്ഞ വേദനയാമ്മേ, സഹിക്കാൻ പറ്റണില്ല. മനസ്സിനും വേദനയാ. മനസ്സവൻ അവളെ ഇടിച്ചു തകർത്തു. അവളാണെങ്കിൽ മനസ്സ് തകർത്തു, അവനാണെങ്കിൽ ശരീരം ഇടിച്ചു തകർത്തു. എല്ലാം തകർത്തു എന്ന് പറഞ്ഞാൽ മതി. കോറിപ്പോടാ എന്നൊക്കെ പറഞ്ഞ വിശ്വത്തിനോട് ഇവൻ പിടിച്ച് കരഞ്ഞും കാറിയും മേളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കാണ്. അങ്ങോട്ടേക്ക് ചെന്നു. ഇനിയിപ്പൊ കരഞ്ഞു കൂടിയിട്ട് എന്താ കാര്യം? ശുദ്ധ ഭ്രാന്തായിട്ടനാ. അത് വഷളാവുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക. അതാ അമ്മ ചെയ്യേണ്ട കാര്യം. ചോദിച്ചല്ലോ അമ്മ, നിനക്കില്ലാത്ത എന്ത് ഗുണമാണ് സേതുവിനുള്ളതെന്ന്? ഉത്തരം അമ്മയെ പറഞ്ഞു കൊടുത്തില്ല. എന്തേ? കെയർ, സ്നേഹം. അതാണ് ആ ഉത്തരം. മനസ്സിലായോ? എന്താ അത് കൊടുത്തിരുന്നു എങ്കില് ഏട്ടത്തി ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേനെ. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാൻ ഒരുത്തിയാണെന്നാണോ നീ കുറ്റപ്പെടുത്തുന്നത്? അതെ, അമ്മ തന്നെയാ കൊടുത്തത്, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. ആദ്യം അച്ഛനെ നഷ്ടപ്പെടുത്തി, ഇപ്പൊ ഇതേണ്ട ഏട്ടനെ അമ്മ എന്തേ കാണിച്ചു കൂട്ടുന്ന എന്ന് ചോദിച്ചോ. അച്ഛനെ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്നേഹത്തോട് കൂടി തന്നെ ഏട്ടനെ വളർത്തിയിരുന്നെങ്കിൽ, ഒരു നല്ല ബാല്യം ഏട്ടന് കിട്ടിയിരുന്നു എങ്കിൽ ഒരിക്കലും ഏട്ടൻ ഇങ്ങനെ ആവില്ലായിരുന്നു അമ്മേ. അതാദ്യം അമ്മ ഒന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞു. അമ്മ തന്നെയാ കുറ്റക്കാരി എന്ന് പറഞ്ഞു വിശ്വം. അമ്മ തന്നെയാ ഈ കുടുംബം മുഴുവൻ നശിപ്പിച്ചത് എന്ന് വിശ്വം മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ രാജലക്ഷ്മിക്ക് അടി കിട്ടുന്ന പോലെ ആയിപ്പോയി. എന്നിട്ട് ആളവിടെ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞു. പക്ഷെ വിശ്വം ശ്രദ്ധിച്ചതേ ഇല്ല. വിശ്വത്തിന്റെ പാടിനങ്ങ് പോയി കേട്ടോ. പറയാനുള്ളത് ആള് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. എന്നിട്ട് ആളുടെ വഴിക്ക് ആളങ്ങ് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. അപ്പൊ സേതു ഇടികിട്ടി നല്ല ക്ഷീണമാണ്, ശരീരത്തിനൊക്കെ വേദനയാണ്. അപ്പൊ പല്ലവി വന്നിട്ട് ക്ഷീണമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാമായിരുന്നോ? എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതേണ്ട അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ സ്വാതിയും ഋതുവേട്ടനോട് അമ്മയെ എരികേറ്റി വിട്ടിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞ ഒന്നും പറയണ്ട കേട്ടോ എന്ന് വേഗം തന്നെ അച്ചു വന്ന് രഹസ്യമായിട്ട് സേതുവിന്റെ ചെവി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പൂർണിമ അമ്മ വരുന്നത്. നിന്റെ അച്ഛൻ സ്മാത മേനോന് ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടില്, നീ ആയിട്ട് അത് നശിപ്പിക്കുവോ? അതെ പൂർണിമാമേ എന്ന് വിളിച്ചു കേട്ടോ. ഒരാളുമായിട്ട് പബ്ലിക്കായിട്ട് തല്ലു കൂടുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ പറ? സ്വാതിയെക്കുറിച്ചും പല്ലവിയെക്കുറിച്ചും മോശമായിട്ട് പറഞ്ഞ ഞാൻ അത് എങ്ങനെയാ അമ്മ കേട്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് ചോദിച്ചു.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാനൊരാണല്ലേ, രക്തം തിളക്കില്ലേ, രക്തം തിളച്ചാലും അത് വേണ്ടാന്ന് വെക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. ഇനി മേലിൽ ഒരടിയും പിടിയും ഇനി ഉണ്ടാവാൻ പാടില്ല. എന്റെ പെങ്ങന്മാരെ കുറിച്ചൊന്നും കാര്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് വേഗം സേതു പറയാണ്. മോനെ, അതെ, അച്ഛന്റെ ബിൽപത്രത്തിലെ വ്യവസ്ഥകള് നിനക്കും അറിയാവുന്നതല്ലേ. നീ ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ അത് നിന്റെ അവകാശികളെ പോലും ബാധിച്ചു എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ നടത്തിപ്പിനെ പോലും അത് ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം, ഒരു കാവലാളായിട്ട് തന്നെ എനിക്ക് വേണം. അതിന് ഒരു മാറ്റവും ഉണ്ടാവാൻ എന്തിന്റെ പേരിലാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൂർണിമാമ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ കുറച്ചു നേരം നിന്നിട്ട് ശ്രദ്ധിക്കാം, ഞാൻ നോക്കാം പൂർണിമാമ എന്ന് പറഞ്ഞു. പൂർണിമാമ ഒന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെയായിരുന്നു, ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയും. പിന്നെ ഒന്ന് പ്രതികരിച്ചാല് തിരിച്ചു പ്രതികരിക്കാതെ പോവാൻ പറ്റിയിട്ടില്ല. ഞാൻ കുപ്പത്തൊട്ടിന്ന് കയറി വന്നാലേ ജീവിതം നല്ലതൊന്നും എനിക്ക് തന്നിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരുക്കനായി പോയതാ. അത് പൂർണിമാമ ഒന്ന് ക്ഷമിക്ക. എന്റെ ശീലം മാറ്റാനായിട്ട് ഞാൻ ഇതുവരെയും മാറ്റാൻ ശ്രമിച്ചതുമില്ല. അതും ഒരു സത്യമാണ്. ഇനി ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടല്ല, പൂർണിമാമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പൂർണിമാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. പൂർണിമാമ പറഞ്ഞാല് ഞാൻ എന്തും അനുസരിക്കും, എന്തിന് എന്റെ ജീവൻ വേണമെന്ന് പറഞ്ഞാൽ പോലും അത് ഞാൻ തരും എന്ന് പറഞ്ഞു. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ മോനെ ഞാൻ പറഞ്ഞത്. നന്മയെ കരുതിയാണെന്ന് വിചാരിച്ച ഈ അമ്മയോട് മോനൊന്ന് പൊറുക്ക് എന്ന് പറഞ്ഞിട്ട് പൂർണിമാമ നേരെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പൊ അച്ചുവും നമ്മുടെ പല്ലവിയും ആ സൈഡിൽ തന്നെ നിപ്പുണ്ട് സേതുവിന്റെ. പൂർണിമാമയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേനും അത് അത്രേ ശരിയാ. സേതുവിന്റെ ഭാവിയെ കുറിച്ചാ അമ്മ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അച്ചു അവിടെ നിന്നിട്ട് അതെ അമ്മ അങ്ങനെ പലതും പറയും. പിന്നീടല്ലോ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നവരെ തല്ലി താഴെ ഇടുന്ന ഒരു നല്ല ധീരനായ ഏട്ടനെയാ എനിക്ക് ആവശ്യം. നല്ല ധീരനായ ഏട്ടൻ, ചങ്കൂറ്റുള്ള ഏട്ടൻ. ആ പിന്നെ ഏട്ടൻ ഹീറോ ആവുമ്പോ ചേച്ചിയാട്ടോ ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവിക്കും ഭയങ്കര സന്തോഷം. ഹീറോയിനും ഒക്കെ നല്ലത് തന്നെയാട്ടോ, എനിക്ക് ഇഷ്ടാണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ചു നന്നായിട്ടൊന്ന് സൂചിപ്പിച്ചു കേട്ടോ. രണ്ടുപേരുടെ പൊളിച്ചെടുക്കും. പിന്നെ ഒരു കാര്യം കേട്ടോ, പാമ്പിനെ ഞാൻ നോവിച്ചു വിട്ടിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാവും, മനസ്സിലായോ? എന്തായാലും ഇന്ദ്രൻ ഈ കോളേജിലേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുമ്പോ ആ അടി ഉണ്ടായത് ഒരു കണക്കിന് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു പല്ലവി. ആ അതെ, എന്നാലും അച്ചു പറഞ്ഞതുപോലെ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അവൻ തിരിച്ചടി എന്താണേലും ഉണ്ടാവും, പറയാതിരിക്കാൻ പറ്റില്ല, കരുതി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പം പല്ലവി ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഇവനെ കുറിച്ച് ഓർത്ത്. എങ്കിലും കോളേജിൽ നിന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസവും. പിന്നെ കാണുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസിലാണ്. അപ്പൊ ഋതു ആകെ അപ്സെറ്റ് ആണ്. കുറുപ്പമാവൻ അതുകൊണ്ട് ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ മോൾ എന്തിനാ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞതാ? എന്താ മോളെ എന്ന് ചോദിച്ചു. കുറുപ്പമാ, അച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാ എന്ന് പറഞ്ഞു. അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. കടങ്ങളോ മറ്റെന്തെങ്കിലോ ബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ അറിവിലൊന്നുമില്ല. മോളിപ്പോ എന്താ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിച്ചു. പിന്നെ എന്തുകൊണ്ടായിരിക്കും അച്ഛന്റെ മരണത്തില് ദുരൂഹതയുണ്ടെന്ന് തിരുമേനി പറഞ്ഞത്? അതിന് കാരണം എന്തായിരിക്കും കുറുപ്പമാവ? അത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേങ്കില് അത് കേട്ടപ്പോ മുതല് എനിക്കെന്തോ മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടണില്ല. അപ്പൊ പ്രതാപൻ വേഗം അങ്ങോട്ടേക്ക് വരുക. ഉറക്കം പോലെ എനിക്ക് കിട്ടണില്ല കുറുപ്പമാവാ. അപ്പൊ പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? അതെ, അച്ഛന്റെ മരണത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ആ തിരുമേനി നീ മോളെ നീ ഇതുവരെ അത് വിട്ടില്ലേ? എന്റെ മോളെ കാശടിക്കാനുള്ള ഓരോ സൂത്രങ്ങളല്ലേ അത്. തിരുമേനി അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു കുറുപ്പമാവൻ. കുറുപ്പേ, പിന്നെ കോമം, ഉച്ചകാടനം, പരിഹാരക്രിയ, ലക്ഷ്യങ്ങളങ്ങ് പോവും, ലക്ഷ്യങ്ങള്. അതല്ല അങ്ങളെ, എന്തുകൊണ്ടായിരിക്കും തിരുമേനി വന്നപ്പോ അച്ഛൻ ചില ദുർനിമിത്തങ്ങളൊക്കെ വീട്ടിൽ കണ്ടത്? അച്ഛന്റെ ഫോട്ടോ ഉൾപ്പെടെ നിലത്ത് വീണില്ലേ? അതെന്തായിരിക്കും കാരണം? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ആളെ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെയാ മരിച്ചത്. ഒരു സംശയം വേണ്ട. മരിക്കുന്ന ആശുപത്രി വെച്ചല്ലേ നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. വളരെ സമാധാനത്തോടെയാ അളിയൻ കണ്ണടച്ചത്. എന്തോ എനിക്ക് തീരെ സമാധാനമില്ല. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. കല്യാണ വരുന്നത്, അതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക.
സേതുവിനെ മാത്രം ഏൽപ്പിച്ച എല്ലാം ഭംഗിയാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ, എല്ലാത്തിനും മോളുടെ ഒരു കണ്ണൂടി വേണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ. ആ, ശ്രദ്ധിക്കണം. ഈ കല്യാണം നമ്മളുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്, മനസ്സിലാക്കിക്കോണം. അത് നമ്മൾ കളറാക്കണം എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താ കുറുപ്പേ എന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്ത് പറയാനാ? സേതു നല്ലവനാ, അവൻ ആത്മാർത്ഥതയുള്ളവനാ. അവനുള്ളത് കൊണ്ട് എനിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. എല്ലാം ഭംഗിയായി തന്നെ നടക്കും എന്ന് പറഞ്ഞ കുറുപ്പമാവൻ. എന്നിട്ട് ഋതുവിനെ ഒന്ന് നോക്കിയിട്ട് ആളെ അപ്പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പൊ ഇത്ര പറയാനുള്ളൂ എന്ന് പറ്റില്ല. ദേ മോളെ, ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാരും അവന്റെ ആൾക്കാരാ, സൂക്ഷിക്കണം മോളെ. അവസാനം നീ തെറിച്ചു പോവരുത്, മനസ്സിലായോ? അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നും മിണ്ടിയില്ല. അപ്പൊ നേരെ ഋതു അങ്ങ് പോവാണ്. മോളെ നീ പോവാണോ? ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ ആ പുറകിനെ തന്നെ വെച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ കാണുന്നത് സിറ്റി ഹോസ്പിറ്റലിലാണ്. അപ്പൊ പ്രതാപനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ ഋതു നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. പ്രതാപനൊന്നും മനസ്സിലായില്ല, ഇതെന്താ സംഭവം, ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഉള്ള മട്ടിൽ ആളിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഋതു ഇറങ്ങി നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി പോവാണ്. അല്ല മോളെന്താ ഈ നോക്കുന്നത്? ഇതെന്താ മോളെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? അത് ഡോക്ടറെ ഒന്ന് കാണണം അങ്കിൾ. എന്ത് പറ്റി? മോക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു. എനിക്ക് അസുഖം ഒന്നുമില്ല, പക്ഷെ അന്ന് അച്ഛനെ ചികിത്സിച്ച ആ ഡോക്ടറില്ലേ, അദ്ദേഹത്തെ കാണാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്തിനാ മോളെ ആവശ്യമില്ലാതെ അവരെയൊക്കെ കാണണത്? കാണണോ അങ്കിൾ? ഞാൻ അച്ഛന്റെ മരണത്തിന്റെ പിന്നാലെ തന്നെ അങ്കിൾ. എനിക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് അറിയാമായിരിക്കുമല്ലോ, അതിലൊരു സംശയം വേണ്ട. അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു തന്നെ എനിക്ക് മനസ്സിലാക്കണം. ഈ കല്യാണം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വേണോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചോ. അങ്കിളുടെ താല്പര്യമില്ലെങ്കിൽ അങ്കിൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ ഏതായാലും സംശയം ഒക്കെ തീർത്തിട്ട് തന്നെ ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ, പിന്നെ എനിക്കൊരു ഉപകാരം അങ്കിൾ ചെയ്തു തരണം. ഞാൻ ഇവിടെ വന്ന വിവരം ഒരു കാരണവശാലും മറ്റാരും അറിയാൻ പാടില്ല. അങ്കിൾ തൽക്കാലം ആരോടും പറയരുത്. അയ്യോ ഞാനൊന്നും പറയാൻ പോകുന്നില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ എന്തിനു പറയണം എന്ന് ചോദിച്ചു. ആ, എന്റെ അളിയനാ പോയത്. ശരിക്കും പറഞ്ഞാ അതിന്റെ സങ്കടം ഇതുവരെ എനിക്ക് മാറിയിട്ട് പോലുമില്ല. പ്രതാപ എന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു അളിയൻ, അങ്ങനെയായിരുന്നു. ഓ എന്താ ദൈവമേ, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാവരെയും അറിയാം എന്ന് പറഞ്ഞു ഋതു. പക്ഷേ കുറച്ചുകൂടി എനിക്ക് അറിയണം, അതിനു വേണ്ടിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അച്ഛനോടുള്ള അല്പമെങ്കിലും സ്നേഹമുണ്ടോ എങ്കിൽ അങ്കിള് എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. നിന്നില്ലെങ്കിലും ഞാൻ എന്താണെങ്കിലും ഞാൻ അത് ചെയ്യും. കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛന്റെ മരണ രഹസ്യം കണ്ടുപിടിച്ച് മാത്രമേ ഈ ഋതു അടങ്ങൂ എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഋതു വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നിരുന്നു. ഞാൻ വന്നിട്ടുണ്ടെന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. അപ്പം എന്നിട്ട് അവൻ രണ്ടുപേരോട് ഇങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുക. അങ്കിളെ എന്ന് വിളിച്ചു. അപ്പം ആ പ്രതാപം ഭയങ്കര ആലോചനയിലാണ്. അല്ല, മരിക്കുന്നതിന് തൊട്ടു മുൻപ് അച്ചുവിനെ കണ്ടിരുന്നു. എന്തോ രഹസ്യം അവളോട് പറഞ്ഞിരുന്നോ? പറഞ്ഞെന്ന് എനിക്കും അറിയാം. അതെന്താന്ന് എന്നോടൂടെ പറ എന്ന് പറഞ്ഞു. അത് പുറത്ത് പറയാൻ പാടില്ലെന്നാ അച്ഛനോട് ആവശ്യപ്പെട്ടത്. അതെന്തായിരിക്കും പുറത്ത് പറയാൻ പാടില്ലാത്ത ആ രഹസ്യം? അങ്കിൾ പേടിച്ചു പോയോളെ എന്ന് ചോദിച്ചു. അച്ഛൻ മരിച്ച ആ സേതു എന്ന് മരിച്ച പറഞ്ഞ ആളെ വിളിച്ചോണ്ട് വരണം. അയാളെ മുൻനിർത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് അച്ഛനെ പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചിരുന്ന കാര്യം. ഓ, അതാണോ കാര്യം? ഞാൻ എന്തൊക്കെയോ വെറുതെ ചിന്തിച്ചു കൂട്ടി. അതെന്താ? ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മോളെ. ഈയിടെയായിട്ട് ഭയങ്കര ടെൻഷനാന്നേ, ആകെ മനസ്സിനൊരു സുഖമില്ലായ്മ, വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, വല്ലാത്ത സ്ട്രെസ്സാ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് ധൈര്യമായിട്ടിരിക്കാം, എനിക്ക് ഒരു അറ്റാക്ക് വരുമെന്നാ തോന്നുന്നു എന്ന് പറഞ്ഞപ്പം അങ്കിൾ അങ്ങനെയൊന്നും വരില്ലെന്നേ, അങ്കിള് കുറേ കാലം ജീവിക്കും. ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് നേഴ്സ് വന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ വേണ്ട, അവർ രണ്ടുപേരുടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പം ഡോക്ടർ ചോദിക്കാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ജോത്സ്യൻ ഫ്രോഡ് ഡോക്ടർ ജോത്സ്യന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ മനുഷ്യന്മാരുടെ മനസ്സമാധാനം കളയാനായിട്ട്. അദ്ദേഹം വളരെ മോശം ജോത്സ്യനൊന്നും അല്ല, അദ്ദേഹം നല്ല കഴിവുള്ള മനുഷ്യനാ എന്ന് ഋതു പറഞ്ഞു. അദ്ദേഹം കബഡി നിരത്തി ഒരു പ്രവചനം നടത്തുമ്പോ അതിൽ സത്യമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു മകൾ എന്ന നിലയിൽ എനിക്കുണ്ടല്ലോ ഡോക്ടർ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യണം. പക്ഷേ മാധവ് മേനോന്റെ കേസില് ജോത്സ്യന് തെറ്റുപറ്റി എന്ന് മാത്രമേ ഞാൻ പറയൂ. അതെന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ വെച്ചാണല്ലോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. കാർഡിയോക് അറസ്റ്റ്, ഹൃദയ സ്തംഭനം, അതാണ് മരണ കാരണം. പിന്നെ അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ.
അപ്പൊ ഇത് കണ്ട് പ്രതാപന്റെ ഏറ്റവും വലിയ ശിങ്കിടിയാണ് ഈ ഡോക്ടർ. ഇടയ്ക്കിടയ്ക്ക് പ്രതാപനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനത് പലവട്ടം പറഞ്ഞ ഡോക്ടറെ, പക്ഷെ ഇവള് കേൾക്കണ്ടേ. അറ്റാക്ക് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കില്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു. അച്ഛന്റെ കേസില് അതെന്തായിരുന്നു? അല്ല, അറ്റാക്ക് വരാൻ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് കാരണം? നിന്നെ നെപ്പില് കുഴഞ്ഞു വീണ് എത്രയോ പേര് മരിക്കുന്നു, അതൊക്കെ ഒരു കാരണമാണോ? ചെറുപ്പക്കാര് തന്നെ പോന്നു. അങ്ങളെ ഡോക്ടർ പറയട്ടെ, അങ്കിൾ മിണ്ടായി. മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മൈൽഡായിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നാ എന്റെ ഒരു കണക്ക് കൂട്ടൽ. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് ഗൗരവത്തിൽ എടുത്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് പലർക്കും ഇതിങ്ങനെ സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പൊ ബോധ്യമായല്ലോ ജോൾസ് പറഞ്ഞതല്ല സത്യം എന്ന്. അപ്പം ഇങ്ങനെ നോക്കിയിരുന്നു. ഇന്നത്തെ കാലത്തും ജോത്സ്യമാരെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന എന്റെ സങ്കടം. നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴാ ഈ കാലത്ത് നീ. അങ്ങളെ, അച്ഛനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അതെ, അത് സ്വാഭാവികമല്ല എന്ന് ആര് പറഞ്ഞാലും എന്റെ മനസ്സിൽ കൊള്ളും. അത് എന്റെ മകൾ എന്ന നിലയിൽ എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ശരിയാ, മരണകാരണം കണ്ടെത്തേണ്ടത് ഒരു മകളുടെ കടമ തന്നെയാണ്. പക്ഷെ മേനോൻ സാറിന്റെ കാര്യത്തില് ഒരു സംശയത്തിനും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മോളെ ധൈര്യമായിട്ട് പോയിക്കോ. പ്രതാപനാണെങ്കിൽ വേർക്കുവാണ്, ഇതിനിട്ട് ഒരു സമാധാനമില്ല. ഒരു തരത്തിലും അസ്വാഭാവികമായ മരണം ആയിരുന്നില്ല അത്, തികച്ചും സ്വാഭാവികമായ ഒന്ന് മാത്രമായിരുന്നു അത് എന്ന് പറഞ്ഞു. എങ്കിലും പ്രതാപനൊരു ടെൻഷൻ. അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലും കാണുമല്ലോ. ഉണ്ട് ഡോക്ടർ, അതൊക്കെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഡോണ്ട് ബി അപ്സെറ്റ്. ജോത്സ്യന്മാര് പറയുന്നത് വിശ്വസിക്കരുത് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേങ്കില് ഈ കാര്യത്തിൽ ജോത്സ്യന് തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇടയ്ക്ക് പ്രതാപനെ നോക്കിയിട്ട് ഏറ്റിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ഇവനിങ്ങനെ കാണിക്കുന്നുണ്ട്. സോറി ഡോക്ടർ, ഞാന് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ആ സംശയങ്ങളൊക്കെ ഇപ്പൊ മാറിക്കിട്ടി എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കില് തനിക്ക് എപ്പോഴും വേണമെങ്കിലും മോളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഈ ഹോസ്പിറ്റലും ഈ ഡോക്ടേഴ്സും എല്ലാവരും എപ്പോ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും വരാം എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പൊ ഋതു നേരെ പുറത്തേക്ക് ഇറങ്ങി. പ്രതാപൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള മട്ടില് ഡോക്ടർ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ പ്രതാപൻ തൽക്കാലം രക്ഷപ്പെട്ടിട്ട് അവനും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് പല്ലവിനെയും സേതുവിനെയാണ്. അപ്പൊ രണ്ടുപേരുടെ പല്ലവിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വാ സേതുവേട്ടാ എന്ന് പറഞ്ഞു. എന്താ സേതുവേട്ടാ വരുന്നില്ലേ? ഇത് എന്റെ വീടാ സേതുവേട്ടാ. വേണ്ട പല്ലവി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നോളാം. അത് പിന്നെ വേണ്ട, അത് ശരിയാവില്ല. ഇവിടെ കേറാ സേതുവേട്ടാ. അതുകൊണ്ടല്ല പല്ലവി, അച്ഛനും അമ്മയ്ക്കും ചിലപ്പോ അത് ഇഷ്ടമായി എന്ന് വരില്ല. അതുകൊണ്ട് പല്ലവി പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞോണ്ട് പല്ലവി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് പാറു ഓടിയിരുന്നു. പാറു ഓടിച്ചെന്ന് അമ്മേ ഇതാരാ വന്നിരിക്കുന്നത് നോക്കി, ചേച്ചി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടേക്ക് ഭയങ്കര സന്തോഷത്തിലെ ശോഭ ഓടി വരുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.